ചെന്നൈനെ പറ്റി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അതായത് 5 ടൈം ചാമ്പ്യൻസ് അങ്ങനെ കുറേ ഉണ്ടെങ്കിലും ഈ സീസണിൽ അവർ ഒരു നല്ല രീതിയിലല്ല ഫേമസ് ആയിട്ടുള്ളത്, ഇൻഫേമസ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഒരു സ്കോർ ചേസ് ചെയ്യാനുള്ള ഒരു ഇൻറ്റൻറ്റ് ഇല്ലാത്ത ടീമായിട്ട് മാറിയിട്ടുണ്ട്. സോ ഐം ടോക്കിംഗ് അബൌട്ട് മാച്ച് നമ്പർ 22. ഇറ്റ്സ് പഞ്ചാബ് കിങ്സ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ്. മത്സരം നടക്കുന്നത് പഞ്ചാബിൻ്റെ ഹോം ഗ്രൗണ്ടായ ചണ്ഡീഗറിലാണ്. സോ പഞ്ചാബിൻ്റെ ഫസ്റ്റ് ലോസ് അവരുടെ ഫസ്റ്റ് ഹോം മാച്ചിൽ ലാസ്റ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ഹൈ സ്കോറിങ് പിച്ച്. ഒരു ബാലൻസ്ഡ് പിച്ചാണ്, പക്ഷെ എന്നാൽ പോലും ഒരു 200 അറൗണ്ട് സ്കോർ വന്നൊരു പിച്ചായിരുന്നു. 200 അറൗണ്ട് ഒരു സ്കോർ വന്ന പിച്ച് എന്ന് പറയുമ്പോൾ തന്നെ ചെന്നൈയുടെ ഇന്നത്തെ ചാൻസസ് എത്രത്തോളം കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സോ ഐം പ്രഡിക്റ്റിംഗ് പഞ്ചാബ് വിൻ. ഫസ്റ്റ് തന്നെ പ്രഡിക്റ്റ് ഐം എക്സ്പെക്ടിങ് പഞ്ചാബ് ടു വിൻ ടുഡേ. ചെന്നൈയുടെ ഒരു ഇനബിലിറ്റി കാരണം തന്നെയാണ്. കാരണം അവിടെ ബാറ്റിംഗ് ഈസ് ഭയങ്കര വീക്കാണ്. അതായത് രച്ചിൻ രവീന്ദ്ര അല്ലെങ്കിൽ നമ്മുടെ അവരുടെ ക്യാപ്റ്റൻ ഗെയ്ക്വാദ് കളിച്ചില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് ആരും കളിക്കാനില്ലാത്തൊരു സിറ്റുവേഷൻ. ആകെ ഇൻഡൻ്റായിട്ട് ശിവൻ ഡൂബെ കളിച്ചെങ്കിൽ വേറെ ഒരാളും ഇല്ല. ലൈക്ക് ധോണിയും ഒക്കെ എന്താ കാണിക്കുന്നത് അറിഞ്ഞൂടാ. എന്ന് വെച്ചാൽ ലൈക്ക് സിംഗിൾസ് ഇട്ട് ഫോർ ദ ഫീൽഡ്സ് കളിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഒരു വിന്നിങ് മെൻറ്റാലിറ്റിയിലല്ല കളിക്കുന്നത്. ഈവൻ അവരുടെ സ്പിന്നേഴ്സായ അശ്വിൻ ആണെങ്കിൽ പോലും ലൈക്ക് I think he shouldn't be on the team. So Punjab is a balanced team. എല്ലാ രീതിയിലും ബാലൻസ്ഡ് ആയിട്ടൊരു ടീമാണ്. ബട്ട് സംഹൗ ദേ ലോസ്റ്റ് ദ മാച്ച്. മേ ബി ആർച്ചറിൻ്റെ സ്പെല്ല് വഴി ആയിരിക്കാം അതിൻ്റെ റീസൺ. പക്ഷെ എന്നാൽ പോലും ഐ എം ഫുള്ളി എക്സ്പെക്ടിങ് പഞ്ചാബ് ടു വിൻ ടുഡേ. റിഗാർഡിങ് ദ ടീം, ശ്രേയസ് അയ്യരൊന്നും മിസ്സാക്കാതിരിക്കുക, എന്തൊക്കെയായാലും നേഹൽ വധേരനെ മിസ്സാക്കാതിരിക്കുക. സിമ്രാൻ, എനിക്കറിയില്ല, ഖലീൽ എന്തായാലും പവർ പ്ലേയിൽ 1-2 വിക്കറ്റ് എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയാൻ ചാരിനെയൊക്കെ സ്കിപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. ബോളേഴ്സ് അർഷദീപിനൊന്നും മിസ്സാക്കാതിരിക്കുക. സോ ദാറ്റ്സ് മൈ പ്രിവ്യൂ. വാട്ട് ഡു യു തിങ്ക്? ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്.